ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. അപ്പോൾ നമ്മൾ മുന്നിലേക്ക് ഒരു ലോക പരിസ്ഥിതി ദിനം കൂടി വന്നെത്തുകയാണ് അല്ലേ. സോ ഒരുപാട് സ്കൂളുകളിൽ എൻവയോൺമെന്റൽ ഡേയുമായിട്ട് ഒരുപാട് ക്യൂസസ് കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാടധികം ക്യൂസസിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോവാം, അതിന്റെ ഓപ്ഷൻസ് നോക്കാം, അതിന്റെ റൈറ്റ് ആൻസർ ഏതൊക്കെയാണ് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കി നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വെൻ ഈസ് വേൾഡ് എൻവയോൺമെന്റൽ ഡേ സെലിബ്രേറ്റഡ് ഗ്ലോബലി? അതായത് ലോക പരിസ്ഥിതി ദിനം എന്നാണ് ആഘോഷിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തുള്ളത് ഏപ്രിൽ 22, ജൂൺ 5, മാർച്ച് 21, മെയ് 22 ആണ്. അതിൽ കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ജൂൺ 5 ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ പോകുന്നു. സോ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ. വിച്ച് ഫേമസ് മൂവ്മെന്റ് സേവ്ഡ് ആൻഡ് എവർഗ്രീൻ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഫ്രം എ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്? നിത്യ ഹരിത വനത്തെ സംരക്ഷിക്കാൻ കേരളത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ കേരളത്തിൽ നടന്ന പ്രക്ഷോഭം നിങ്ങൾക്ക് ഒരുപാട് മൂവ്മെന്റ്സ് ഇവിടെ കാണാൻ പറ്റും. അപ്പിക്കോ മൂവ്മെന്റ്, സൈലന്റ് വാലി മൂവ്മെന്റ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ, അതുപോലെ തന്നെ ചിപ്കോ മൂവ്മെന്റ്, അങ്ങനെയുള്ള ഒരുപാട് മൂവ്മെന്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ കേരളത്തിൽ നടന്നിട്ടുള്ളത് സൈലന്റ് വാലി മൂവ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് നെയിം ദ ലാർജസ്റ്റ് വെറ്റ്ലാൻഡ് എക്കോസിസ്റ്റം ഇൻ കേരള ഡെസിഗ്നേറ്റഡ് ആസ് എ റാംസർ സൈറ്റ്. അതായത് റാംസർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് അഷ്ടമുടി കായൽ, വേമനാട് കായൽ, ശാസ്താംകോട്ട കായൽ, അതുപോലെ തന്നെ വെള്ളായണി കായൽ. ഇതാണ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുള്ളത്. സോ അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത് വേമ്പനാട്ട് കായലാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നുള്ളത് ദ ഹിസ്റ്റോറിക് ചിപ്കോ മൂവ്മെന്റ് ഒറിജിനേറ്റഡ് ഇൻ വിച്ച് പ്രസന്റ് ഡേ ഇന്ത്യൻ സ്റ്റേറ്റ്? അതായത് ഇപ്പം ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ്, ഈ പ്രസന്റ് ഡേയിൽ ഏത് സ്റ്റേറ്റിലാണ് ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്ന മൂവ്മെന്റ് പ്രസ്ഥാനം ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചത്. കേരള, ഉത്തരാഖണ്ഡ്, കർണാടക, രാജസ്ഥാൻ. ഇതിൽ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ദെൻ നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഇന്ത്യാസ് ഫസ്റ്റ് പ്ലാന്റ് ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ലൊക്കേറ്റഡ് ഇൻ കൊല്ലം, കേരള. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇക്കോ ടൂറിസത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതിന് ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് മൂന്നാർ, തെന്മല, ഗവി, വയനാട്. ഇതിൽ തെന്മല എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു പേഴ്സന്റെ ഇമേജ് തന്നിട്ടുണ്ട്, ഒരാളെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹു ഈസ് ഫേമസ്ലി നോൺ ആസ് ദ വാട്ടർ മാൻ ഓഫ് ഇന്ത്യ? അതായത് ഇന്ത്യയിലെ ജലമനുഷ്യൻ എന്നറിയപ്പെടുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ ജലമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. സോ സുന്ദർലാൽ ബഹുഗുണ കൊടുത്തിട്ടുണ്ട്, രാജേന്ദ്ര സിംഗ് കൊടുത്തിട്ടുണ്ട്, സാലിം അലി കൊടുത്തിട്ടുണ്ട്, ദെൻ MS സ്വാമിനാഥൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ തന്നിട്ടുള്ള ഇദ്ദേഹം എന്ന് പറയുന്നത് രാജേന്ദ്ര സിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഇന്ത്യയുടെ വാട്ടർമാൻ അല്ലെങ്കിൽ ജലമനുഷ്യൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് മേജർ റിവർ ഇൻ കേരള ഫേസസ് സിവിയർ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ഫ്രം ഏലൂർ എടയാർ? അതായത് ഏലൂർ എടയാർ മലിനീകരണം മൂലം ഭീഷണി നേരിടുന്ന നദി ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതായത് ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുള്ളത് ആ നദിയുടെ ഇമേജ് ആണ് കേട്ടോ. നദിയുടെ ഒരു ഭാഗമാണ് ഈ ഒരു ഇമേജിൽ കൊടുത്തിട്ടുള്ളത്. സോ അതിന്റെ ആൻസർ ഓപ്ഷൻ ബി പെരിയാർ ആണ്. സോ ഓപ്ഷൻ ബി പെരിയാർ ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. നമുക്ക് ഭാരതപ്പുഴ കൊടുത്തിട്ടുണ്ടായിരുന്നു, പമ്പ, ചാലിയാറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി പെരിയാർ ആണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഈസിലി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ബേർഡ് ഈസ് designated as the state bird of Kerala? അതായത് കേരളത്തിലെ സംസ്ഥാന പക്ഷി ഏതാണെന്നാണ് ചോദിക്കുന്നത്. അത് മലമുഴക്കി വേഴാമ്പൽ അല്ലെങ്കിൽ ഗ്രേറ്റ് ഹോൺബിൽ എന്ന് പറയുന്ന പക്ഷിയാണ്. ഇന്ത്യൻ പീഫോൾ ഇന്ത്യയുടെയാണ് കേട്ടോ, ഇന്ത്യയുടെയാണ് മയിൽ എന്ന് പറയുന്നത്. ഹൗസ് പാരോ അല്ലെങ്കിൽ നമ്മൾ അങ്ങാടി കുരുവി എന്നൊക്കെ പറയുന്ന ആള്. ദെൻ കിങ് ഫിഷർ പൊന്മാൻ ഒന്നല്ല, നമുക്ക് ആരാണ്? ഓപ്ഷൻ ബി ഗ്രേറ്റ് ഹോൺബിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. What was the theme of World Environmental Day 2018 hosted by India? ഇന്ത്യ ആതിഥേയത്വം വഹിച്ച 2018 പരിസ്ഥിതി ദിന പ്രമേയം എന്താ? അതായത് ഇന്ത്യ ആതിഥ്യം വഹിച്ചതാണ്. സോ അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കണം. അപ്പം ഓരോ വർഷങ്ങളിലും ഓരോ തീമുകൾ ഉണ്ടാവും, ഓരോ പ്രമേയങ്ങൾ ഉണ്ടാവും. അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. അതിൽ തന്നെ 2018 ഇന്ത്യ ആതിഥേയത്വം വഹിച്ചിട്ടുള്ളത് അവസാനമായിട്ട്. സോ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി വെക്കണം. സോ ഓപ്ഷൻ എ ടൈം ഫോർ നേച്ചർ, അതായത് പ്രകൃതിക്കായി സമയം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ബി ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മലിനീകരണത്തെ ചെറുക്കുക എന്നാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ എയർ പൊല്യൂഷൻ, വായു മലിനീകരണം
മലിനീകരണം കൊടുത്തിട്ടുണ്ട്. ദെൻ റീസ്റ്റോർ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കൽ എന്ന് പറയുന്നുണ്ട്. അതിൽ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മലിനീകരണത്തെ ചെറുക്കുക എന്ന ആശയമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് അവിടെയും റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. പോയിറ്റ് സുഗതകുമാരി വാസ് എ ലീഡിംഗ് ഫിഗർ ഇൻ വിച്ച് എൻവയോൺമെന്റൽ സ്ട്രഗിൾ, അതായത് സുഗതകുമാരി ഏത് പരിസ്ഥിതി പ്രക്ഷോഭത്തിലാണ് മുമ്പന്തിയിൽ ഉണ്ടായിരുന്നത്? സോ അതിന്റെ മൂവ്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. പ്ലാച്ചിമട സ്ട്രഗിൾ, അതല്ലെങ്കിൽ പ്ലാച്ചിമട സമരം കൊടുത്തിട്ടുണ്ട്. എൻഡോസൾഫാൻ പ്രൊട്ടസ്റ്റ്, എൻഡോസൾഫാൻ സമരം കൊടുത്തിട്ടുണ്ട്. സൈലന്റ് വാലി മൂവ്മെന്റ് അല്ലെങ്കിൽ സൈലന്റ് വാലി പ്രക്ഷോഭം കൊടുത്തിട്ടുണ്ട്. ആറന്മുള സ്ട്രഗിൾ അല്ലെങ്കിൽ ആറന്മുള സമരം കൊടുത്തിട്ടുണ്ട്. ഇതിൽ സൈലന്റ് വാലി മൂവ്മെന്റ് ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഇവിടെയും റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ആനിമൽ ഓഫ് കേരള? സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിന്റെ സംസ്ഥാന മൃഗം ഏതാണെന്നാണ് ചോദിക്കുന്നത്. സംസ്ഥാന മൃഗം ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈസിലി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈസിലി കിട്ടിയിട്ടുണ്ടാവും. ആരാണ്? ആനയാണ്. സോ ബംഗാൾ ടൈഗർ, ബംഗാൾ കടുവ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ എലിഫന്റ്, ഇന്ത്യൻ ആന കൊടുത്തിട്ടുണ്ട്. നീലഗിരി താർ അല്ലെങ്കിൽ വരയാട് കൊടുത്തിട്ടുണ്ട്. ഗോർ അല്ലെങ്കിൽ കാട്ടുപോത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഇന്ത്യൻ എലിഫന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏഷ്യാറ്റിക് എലിഫന്റ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ആന, ഇന്ത്യൻ ആനയാണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Which fish was officially declared as the state fish of Kerala in 2010? അതായത് കേരളത്തിന്റെ ഔദ്യോഗിക സംസ്ഥാന മത്സ്യം അത് 2010 പറഞ്ഞിട്ടുള്ളത്. അത് ഏതാണെന്നാണ് ചോദിച്ചത്. നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് സാർഡിൻ അഥവാ മത്തി കൊടുത്തിട്ടുണ്ട്, പേൾ സ്പോട്ട് അല്ലെങ്കിൽ കരിമീൻ കൊടുത്തിട്ടുണ്ട്, മാക്കറൽ അല്ലെങ്കിൽ അയല കൊടുത്തിട്ടുണ്ട്, സിയർ ഫിഷ് അല്ലെങ്കിൽ നെയ്മീൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആള് ഈ ഒരു പിക്ചറിൽ കാണുന്ന ആളാണ്. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുന്നത് കരിമീനാണ്. സോ ഓപ്ഷൻ ബി പേൾ സ്പോട്ട് അല്ലെങ്കിൽ കരിമീൻ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇവിടെയും റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി ഈസ് നെയിംഡ് ആഫ്റ്റർ വിച്ച് ലെജൻഡറി ഓർണിത്തോളജിസ്റ്റ്? അതായത് തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് പക്ഷി നിരീക്ഷകന്റെ പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത്. സാലിം അലി കൊടുത്തിട്ടുണ്ട്, മാധവ് ഗാഡ്ഗിൽ കൊടുത്തിട്ടുണ്ട്, MK പ്രസാദ് കൊടുത്തിട്ടുണ്ട്, JC ഡാനിയൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ ബേർഡ് മാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് സാലിം അലിയാണ്. അപ്പം ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം കേട്ടോ. ഓപ്ഷൻ എ ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. അടുത്തത് ഈ ഒരു പിക്ചർ കാണുന്നത് അഗസ്ത്യമല എന്ന് പറയുന്ന ബയോസ്ഫിയർ റിസർവിന്റെ പിക്ചർ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇൻ വിച്ച് ഇയർ വാസ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് ആഡഡ് ടു യുനെസ്കോസ് ലിസ്റ്റ്? അതായത് യുനെസ്കോയിലെ ലിസ്റ്റിൽ എപ്പോഴാണ് ബയോസ്ഫിയർ റിസർവ് ആയിട്ട് അഗസ്ത്യമല എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അഗസ്ത്യമല യുനെസ്കോ പട്ടികയിൽ ഉൾപ്പെട്ട വർഷം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇത് 2016 കേട്ടോ. 2012, 2016, 20, 2001 കൊടുത്തിട്ടുള്ളത്. ഇതിൽ 2016 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാം. ദ ഫ്രഷ് വാട്ടർ ലേക്ക് ശാസ്താംകോട്ട ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട്? അതായത് ശാസ്താംകോട്ട ശുദ്ധജല തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിന്റെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആലപ്പുഴ, കൊല്ലം, എറണാകുളം, തൃശ്ശൂർ. ഇതിൽ കൊല്ലമാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. മംഗളവനം മാംഗ്രൂവ് ഫോറസ്റ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ഹാർട്ട് ഓഫ്, അതായത് മംഗളവനം കണ്ടൽക്കാട് ഏത് നഗരത്തിലാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പം കണ്ടൽക്കാടുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിന്ന കല്ലേൽ പുക്കുടേന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മംഗളവനം എവിടെയാണ് സ്ഥിതി ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ മംഗളവനം കണ്ടൽക്കാട് എവിടെയാണ്? തിരുവനന്തപുരത്താണോ, കൊച്ചിയിലാണോ, കോഴിക്കോടാണോ, കണ്ണൂരാണോ എന്ന് ചോദിക്കുന്നത്. ഇത് കൊച്ചിയിലാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഇവിടെയും റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ വിച്ച് ആനിമൽ? അതായത് ചിന്നാർ ഏത് മൃഗത്തിന്റെ പുനരധിവാസ കേന്ദ്രമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്ലെൻഡർ ലോറിസ് അല്ലെങ്കിൽ കുട്ടിത്തേവാങ്ക് കൊടുത്തിട്ടുണ്ട്, ലയൺ ടെയിൽ മക്കാക്ക് അല്ലെങ്കിൽ സിംഹവാലൻ കുരങ്ങ് കൊടുത്തിട്ടുണ്ട്, സ്റ്റാർ ടോട്ടേഴ്സ് അല്ലെങ്കിൽ നക്ഷത്രാമ കൊടുത്തിട്ടുണ്ട്, ഗ്രിസൽഡ് ജയന്റ് സ്ക്വറൽ അല്ലെങ്കിൽ മലയണ്ണാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്റ്റാർ ടോട്ടോയ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാർ ടോട്ടോയ്സ് എന്ന് പറയുന്ന ഇന്ത്യയിലെ നക്ഷത്രാമയാണ് ചിന്നാർ റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ചിന്നാർ സാങ്ച്വറിയിൽ അല്ലെങ്കിൽ ചിന്നാർ എന്ന പുനരധിവാസ കേന്ദ്രത്തിലാണ് എന്താ നമ്മൾ ഇന്ത്യൻ ടോട്ടോയ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാർ ടോട്ടോയ്സിനെ കാണാൻ പറ്റും. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റിന്റെ പിക്ചറാണ് നിങ്ങൾ കാണുന്നത്. കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു പിക്ചറാണ്. അപ്പോൾ ആ ഒരു പിക്ചറിൽ ചോദിച്ചിട്ടുള്ളത് ഇത് പ്ലാച്ചിമട സ്ട്രഗിൾ എന്നാണ്. പ്ലാച്ചിമട സ്ട്രഗിൾ എന്നാണ് ഈ ഒരു മൂവ്മെന്റിന്റെ പേര്. ഇൻ പാലക്കാട് വാസ് എഗെയിൻസ്റ്റ്, അതായത് പ്ലാച്ചിമട സമരം ഏത് കമ്പനിക്ക് എതിരെയായിരുന്നു? അതായത് കുടിവെള്ളം കിട്ടാത്ത ഒരു സ്ഥലത്തായിരുന്നു, ആ പ്രദേശം
പ്രദേശത്തായിരുന്നു ഈ ഒരു കമ്പനി വന്നിരുന്നത്. സോ അത് ഏത് കമ്പനി ആയിരുന്നു വന്നിരുന്നത്? അപ്പം ഒരുപാട് നാട്ടുകാർ പ്രശ്നമുണ്ടാക്കി, ഇതിലൊരു മൂവ്മെന്റ് ഉണ്ടാക്കി. ആ മൂവ്മെന്റിനെയാണ് പ്ലാച്ചിമട സ്ട്രഗിൾ എന്ന് പറയുന്നത്. സോ അത് കൊക്കക്കോള എന്ന കമ്പനിക്കെതിരെയായിരുന്നു ആ ഒരു സമരം ഉണ്ടായിരുന്നത്. സോ കൊക്കക്കോള എന്ന് പറയുന്ന കമ്പനിയാണ് പ്ലാച്ചിമട സമരം ആ ഒരു കമ്പനിക്കെതിരായിരുന്നു. സോ ഓപ്ഷൻ ബി ആണ് അവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. വാസ് അഫെക്ഷനേറ്റ്ലി നോൺ ആസ് ദ മാംഗ്രൂവ് മാൻ ഓഫ് കേരള, അതായത് കേരളത്തിലെ കണ്ടൽ മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? നമ്മൾ ഓൾറെഡി ഒരാളെ പിക്ചർ കാണിച്ചു തന്നിരുന്നു. അയാളാണ്, അല്ലെങ്കിൽ അദ്ദേഹമാണ് കണ്ടൽ മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ഇത് കല്ലേൻ പുക്കുട് എന്ന് പറയുന്ന ആളാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് വേറെയും തന്നിട്ടുണ്ട്. CR നീലകണ്ഠൻ തന്നിട്ടുണ്ട്, ഡോക്ടർ VS വിജയൻ തന്നിട്ടുണ്ട്, MK പ്രസാദ് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. കല്ലേൻ പുക്കുട് എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഏരിയൽ സ്പ്രേയിങ് ഓഫ് എൻഡോസൾഫാൻ കോസ്റ്റ് ഹെൽത്ത് ഹസാർഡ്സ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട്, അതായത് എൻഡോസൾഫാൻ ദുരന്തം നേരിട്ട കേരളത്തിലെ ജില്ല ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതെല്ലാവർക്കും ഒരുപാട് പേർക്ക് ഇത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എൻഡോസൾഫാനെ കുറിച്ച്. എൻഡോസൾഫാൻ ഏറ്റവും കൂടുതൽ സ്പ്രേ ചെയ്തിട്ട് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിരുന്ന കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് ആയിരുന്നു. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് അല്ലെങ്കിൽ KSBB ഈസ് ഹെഡ്ക്വാർട്ടേഡ് ഇൻ, അതായത് ജൈവവൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചി, തൃശ്ശൂർ, തിരുവനന്തപുരം, കോഴിക്കോട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി തിരുവനന്തപുരമാണ് കേട്ടോ. തിരുവനന്തപുരത്താണ് കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് സ്ഥിതി ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആസ്ഥാനങ്ങൾ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരമായിട്ട് കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. നമുക്ക് അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ട്രഡീഷണൽ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ഫൗണ്ട് ഇൻ കാസർഗോഡ്. കാസർഗോഡ് പരമ്പരാഗത ജലസംരക്ഷണ രീതി ഏതാണെന്ന് ചോദിക്കുന്ന സുരംഗം അല്ലെങ്കിൽ തുരങ്കം എന്ന് വിളിക്കാറുണ്ട്. ജൊഹാദ് എന്ന് പറയുന്നുണ്ട്, ബാവടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ബാവരി എന്ന് പറയുന്ന ഒരാളുണ്ട്, ദെൻ കുളമുണ്ട്. ഇതിൽ കാസർഗോഡ് ട്രഡീഷണൽ അല്ലെങ്കിൽ പരമ്പരാഗതമായി ചെയ്തു വന്നിരുന്നത് സുരംഗം അല്ലെങ്കിൽ തുരങ്കം എന്ന് പറയുന്ന ആ ഒരു മെത്തേഡാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് അവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ വിളപ്പിൽശാല അജിറ്റേഷൻ വാസ് എ മേജർ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ്, അതായത് വിളപ്പിൽശാല സമരം എന്തിനെതിരെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. സാൻഡ് മൈനിങ്, മണൽ വാരലിനായിരുന്നു, അല്ലെങ്കിൽ ഗാർബേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അല്ലെങ്കിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെയായിരുന്നു, അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷൻ വനനശീകരണത്തിനെതിരെയായിരുന്നു, അല്ലെങ്കിൽ ക്വാറിങ് അല്ലെങ്കിൽ ക്വാറി പ്രവർത്തനത്തിനെതിരെയാണ്. അത് നമ്മുടെ വിളപ്പിൽശാല എന്ന് പറയുന്നത് അവിടെ ഒരു വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടായിരുന്നു. ആ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റിനെതിരെയായിരുന്നു ഈ ഒരു സമരം, അല്ലെങ്കിൽ ഗാർബേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിനെതിരെയായിരുന്നു അവിടെ ആ ഒരു സമരം ഉണ്ടായിരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഇയർ വാസ് ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഇനാക്റ്റഡ് ഇൻ ഇന്ത്യ, അതായത് പരിസ്ഥിതി സംരക്ഷണ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം ഏത് എന്നാണ് ചോദിക്കുന്നത്. അത് 1986 ആണ്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 1986 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. 1986 ആണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ഓപ്ഷൻ ബി 1986 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ അല്ലെങ്കിൽ NGT ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ, അതായത് ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം ഏത് എന്നാണ് ചോദിക്കുന്നത്. 2005, 2014, 2010, 1998. അതിൽ 2010 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഇവിടെയും റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വെർ ഇസ് ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് NEERI ലൊക്കേറ്റഡ്, അതായത് നീരിയുടെ ആസ്ഥാനം എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. ന്യൂഡൽഹി, നാഗ്പൂർ, ബംഗളൂരു, ഡെഹ്റാദൂൺ. അതായത് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് നീരി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അതായത് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സോ ആ നീരിയുടെ ആസ്ഥാനം എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അത് നാഗ്പൂരിലാണ് കേട്ടോ. നാഗ്പൂരിലാണ്, മഹാരാഷ്ട്രയിലാണ് അതിൻ്റെ ആസ്ഥാനം ഉള്ളത്. ഇനി വിച്ച് ആർട്ടിക്കിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ്സ് ദ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ്, അതായത് പരിസ്ഥിതി സംരക്ഷണം കടമയായി പറയുന്ന ഭരണഘടന അനുച്ഛേദം ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏത് അനുച്ഛേദത്തിലാണ് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏത് ആർട്ടിക്കിളിലാണ് കറക്റ്റ് ആയിട്ട് ഈ ഒരു എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 51A ക്ലോസ് G ആണ് കേട്ടോ. അതിൻ്റെ ഒരു ബ്രാക്കറ്റിൽ G ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 51A Gയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത് പറയുന്നത്. സോ അനുച്ഛേദം 51A(G) ആണ് എന്ത് നമ്മളെ പ്രൊട്ടക്ഷൻ, അതായത് ഡ്യൂട്ടി ടു പ്രൊട്ടക്ഷൻ ദ എൻവയോൺമെന്റ്, അതായത് പ്രകൃതി സംരക്ഷണം നമ്മളൊരു കടമയായിട്ട് പറയുന്നത് ആ ഒരു അനുച്ഛേദത്തിലാണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. വെർ ഇസ് ദ ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യ BSI ഹെഡ്ക്വാർട്ടേഴ്സ്
അല്ലെങ്കിൽ ഹെഡ്ക്വാർട്ടേർഡ്, അതായത് ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ എന്നാണ് ചോദിക്കുന്നത്. ചെന്നൈ കൊടുത്തിട്ടുണ്ട്, കൊൽക്കത്ത കൊടുത്തിട്ടുണ്ട്, മുംബൈ കൊടുത്തിട്ടുണ്ട്, ഷിംല കൊടുത്തിട്ടുണ്ട്. സോ അതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് കൊൽക്കത്തയാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. കൊൽക്കത്ത വെസ്റ്റ് ബംഗാളിലാണ് ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഇയർ വാസ് പ്രൊജക്ട് എലിഫന്റ് ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയിൽ പ്രൊജക്ട് എലിഫന്റ് ആരംഭിച്ച വർഷം ഏത്? 1973, 1992, 85, ദെൻ 2000. സോ അതിൽ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ബി തന്നെയാണ്. ഇവിടെയും 1992 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇങ്ങനെയുള്ള വർഷങ്ങൾ, അതായത് നമ്മൾ ടൈഗറിന് പ്രൊജക്ട് ടൈഗർ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ ഉണ്ട്. അതൊക്കെ തുടങ്ങിയിട്ടുള്ള വർഷങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി വിച്ച് ബോഡി റെഗുലേറ്റ്സ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം GMOs ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ജനിതക മാറ്റം വരുത്തിയ ജീവികളെ നിയന്ത്രിക്കുന്ന സമിതി ഏതാണ്? ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി എന്ന് പറയുന്ന GEAC എന്ന് പറയുന്ന കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കാര്യങ്ങൾ അവരെ നിയന്ത്രിക്കുന്നതും ആ ജീവികളെ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഈ ഒരു GEAC എന്ന് പറയുന്ന ഈ ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റിയാണ്, സമിതിയാണ്. സോ ആ ഒരു സമിതിയാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെയും റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഈ പിക്ചർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ആ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. കാസിരംഗ നാഷണൽ പാർക്ക് ഈസ് ഫേമസ് ഫോർ കൺസർവേഷൻ ഓഫ്, അതായത് കാസിരംഗ എന്തിന്റെ സംരക്ഷണത്തിനാണ് പ്രശസ്തമായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബംഗാൾ ടൈഗർ, വൺ ഹോർൺ റൈനോസസ്, സ്നോ ലെപ്പേർഡ്, ഏഷ്യാറ്റിക് ലയൺ. ബംഗാൾ കടുവ, അതുപോലെ തന്നെ കാണ്ടാമൃഗം, മഞ്ഞുപുലി, ദെൻ സിംഹം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വൺ ഹോൺ റൈനോസറസ് എന്ന് പറയുന്നതാണ് കാസിരംഗ നാഷണൽ പാർക്കിലുള്ളത്. സോ ഓപ്ഷൻ ബി കാണ്ടാമൃഗം എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഈ ഒരു പിക്ചർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗിർ നാഷണൽ പാർക്ക് ഇൻ ഗുജറാത്ത് ഈസ് ഓൺലി നാച്ചുറൽ ഹാബിറ്റ് ഫോർ, അതായത് ഗിർ വനങ്ങൾ ഏത് മൃഗത്തിന്റെ സ്വാഭാവിക വാസസ്ഥലമാണെന്നാണ് ചോദിക്കുന്നത്. സോ അത് സ്നോ ലെപ്പേർഡ് കൊടുത്തിട്ടുണ്ട്, ഏഷ്യാറ്റിക് ലയൺ കൊടുത്തിട്ടുണ്ട്, ഇന്ത്യൻ റൈനോസറസ് കൊടുത്തിട്ടുണ്ട്, ക്ലൗഡഡ് ലെപ്പേർഡ് കൊടുത്തിട്ടുണ്ട്, മേഘപ്പുലി, അതുപോലെ തന്നെ കാണ്ടാമൃഗം, ഏഷ്യാറ്റിക് സിംഹം, മഞ്ഞുപുലി. സോ ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏഷ്യാറ്റിക് ലയൺ അല്ലെങ്കിൽ ഏഷ്യാറ്റിക് സിംഹമാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരാം. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെയും റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നുള്ളത് കേബിൾ ലാംജാവോ ദ ഓൺലി ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഈസ് ഇൻ, അതായത് കേബിൾ ലാംജാവോ ഒഴുകുന്ന ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആസാമിലാണോ, മണിപ്പൂരിലാണോ, മേഘാലയാണോ, നാഗാലാൻഡ് ആണോ ചോദിക്കുന്നത്. സോ മണിപ്പൂരാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്താണ് ഈ കേബിൾ ലാംജാവ് എന്ന് പറയുന്ന ഈ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള നാഷണൽ പാർക്ക് ഉള്ളത്. സോ ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെയും റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ ഗൾഫ് ഓഫ് മന്നാർ ബയോസ്ഫിയർ റിസർവ് ഈസ് റിനോവ്ഡ് ഫോർ ഇറ്റ്സ്. ഗൾഫ് ഓഫ് മന്നാർ എന്തിനാണ് പ്രശസ്തമായിട്ടുള്ളത്? ആൽപൈൻ ഫ്ലോറ അല്ലെങ്കിൽ ആൽപൈൻ സസ്യങ്ങൾ, ഡെസേർട്ട് എക്കോസിസ്റ്റം മരുഭൂമി ആവാസ വ്യവസ്ഥ, അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ളത് മറൈൻ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കോറൽസ് കടൽ ജൈവവൈവിധ്യവും പവിഴപ്പുറ്റുകളും, മാംഗ്രോവ്സ് ഓൺലി കണ്ടൽ കാടുകൾ മാത്രം എന്ന് പറയുന്നുണ്ട്. സോ ഗൾഫ് ഓഫ് മന്നാർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് പവിഴപ്പുറ്റുകളാണ്. അതുപോലെ തന്നെ മറൈൻ എക്കോസിസ്റ്റം അല്ലെങ്കിൽ മറൈനിൽ ജലത്തിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപ്പ് വെള്ളത്തിൽ കാണുന്ന ജീവികളെയാണ് അവിടെ കാണാൻ പറ്റുക, അല്ലെങ്കിൽ മറൈൻ വാട്ടറിലാണ് കാണാൻ പറ്റുക. സോ മറൈൻ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കോറൽസ് ആണ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. കടൽ ജൈവവൈവിധ്യവും പവിഴപ്പുറ്റുകളാണ് നമ്മൾ ഓപ്ഷൻ ബി ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ഈസ് ദ സ്റ്റേറ്റ് ബേർഡ് ഓഫ്, അതായത് ഇന്ത്യൻ ബസ്റ്റാർഡ് പക്ഷി ഏത് സംസ്ഥാനത്തിന്റെ പക്ഷിയാണെന്നാണ് ചോദിക്കുന്നത്. അത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്, അതായത് നാശ ഭീഷണി നേരിടുന്ന ഒരു പക്ഷി കൂടിയാണ്. ആ പക്ഷി ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്നത് രാജസ്ഥാനിലെ അല്ലെങ്കിൽ രാജസ്ഥാനിന്റെ സംസ്ഥാന പക്ഷിയായിട്ടാണ് അത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി ആണ്, രാജസ്ഥാനാണ് ഇവിടെയും റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ ഹാസ് ഹൗ മെനി റെക്കഗ്നൈസ്ഡ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്, അതായത് ഇന്ത്യയിൽ എത്ര ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. 2, 4, 6, 8. ഇന്ത്യയിൽ 4 ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളാണ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ 4 എണ്ണമാണ് നമ്മളുടെ ഇന്ത്യയിലുള്ളത്. സോ നമ്മളുടെ 4 ആണ്. അതിലൊന്നാണ് നമ്മൾ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. അതിലൊന്നാണ് നമ്മൾ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. ഒന്ന് ഹിമാലയൻ റീജിയൻ ആണ്, ഒന്ന് ഇൻഡോ ബർമൻ റീജിയൻ ആണ്, ഒന്ന് സുന്ദർലാൻഡ് റീജിയൻ ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ജാദവ് പായങ് ഫോറസ്റ്റ് മാൻ പ്ലാന്റഡ് എ ഫോറസ്റ്റ് ഓൺ വിച്ച് റിവേഴ്സ് സാൻഡ്ബാർ, അതായത് ജാദവ് പായങ് എന്ന നദിയിലെ മണൽത്തട്ടിലാണ്, ഏത് മണൽത്തട്ടിലാണ് കാട് വെച്ച് പിടിപ്പിച്ചത്? ഗംഗ, ബ്രഹ്മപുത്ര, ഗോദാവരി, യമുന. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ബ്രഹ്മപുത്രയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്. ജാദവ് പായങ് ഫോറസ്റ്റ് മാൻ പ്ലാന്റഡ്
ഈ ഫോറസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു നദിയുടെ അടിത്തട്ടിലാണ്. സോ ഓപ്ഷൻ ബി ആണ്, ബ്രഹ്മപുത്രയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റൻ നോക്കാം. ഹൂ ഈസ് ഫേമസ്ലി കോൾഡ് ദ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സയന്റിസ്റ്റ് ആരാണെന്നാണ് ചോദിക്കുന്നത്. അത് ഡോക്ടർ MS സ്വാമിനാഥൻ ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യനിലും റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇന്ത്യൻ ബേർഡ് മാൻ അല്ലെങ്കിൽ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സാലിം അലിയാണ്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. നോർമൽ ബോർലോങ് ആണ് ഗ്രീൻ റവല്യൂഷൻ്റെ വേൾഡിലെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുള്ള ഇനിഷ്യേറ്റ് ചെയ്തത് നോർമൻ ബോർലോഗ് ആണ്. സോ വർഗീസ് കുര്യൻ നമ്മൾ കേരളത്തിൽ ഹരിത വിപ്ലവത്തിൽ അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള വിപ്ലവത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അതിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ് വർഗീസ് കുര്യൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സുനിത നാരായൺ ഈസ് ദ ഡയറക്ടർ ജനറൽ ഓഫ് വിച്ച് ഓർഗനൈസേഷൻ? അതായത് സുനിത നാരായൺ ഏത് സംഘടനയുടെ ഡയറക്ടർ ജനറൽ ആണെന്നാണ് ചോദിക്കുന്നത്. WWF ഇന്ത്യ എന്ന് പറയുന്നുണ്ട്, CSE സെന്റർ ഫോർ സയൻസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നുണ്ട്, ടെറി എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ പീസ് എന്ന് പറയുന്നുണ്ട്. അതിൽ CSE സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ഡയറക്ടർ ജനറൽ ആയിട്ടാണ് സുനിത നാരായൺ ഉള്ളത്. സോ ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദെൻ ഡോക്ടർ വന്ദന ശിവ ഈസ് ദ ഫൗണ്ടർ ഓഫ് വിച്ച് ഓർഗനൈസേഷൻ? അതായത് ഡോക്ടർ വന്ദന ശിവ സ്ഥാപിച്ച സംഘടന ഏതെയാണെന്നാണ് ചോദിക്കുന്നത്. നവധന്യ, നവജീവൻ, അതുപോലെ തന്നെ ഗ്രീൻ ഇന്ത്യ, വസുധ, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്? നവധന്യ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നവധന്യ എന്ന് പറയുന്നതാണ് വന്ദന ശിവ ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ്റെ പേര്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. തരുൺ ഭരത് സംഘ് ഫൗണ്ട് ബൈ രാജേന്ദ്ര സിംഗ് ഈസ് പ്രൈമർലി ഫോർ? അതായത് തരുൺ ഭാരത് സംഘ് പ്രധാനമായും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു? അതായത് നമ്മൾ ഇയാളെക്കുറിച്ച് അല്ലെങ്കിൽ ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു, രാജേന്ദ്ര സിംഗിനെ കുറിച്ച്. അദ്ദേഹം എന്താണ് വാട്ടർ കൺസർവേഷനും അല്ലെങ്കിൽ ജലസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. വനസംരക്ഷണമല്ല, ജലസംരക്ഷണമാണ്. മാലിന്യ സംസ്കരണമോ അല്ലെങ്കിൽ വന്യജീവിയോ ഒന്നും അല്ല വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യനിലും റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഫൗണ്ടഡ് ദശോലി ഗ്രാം സ്വരാജ്യ സംഘ് ലീഡിങ് ടു ചിപ്കോ? അതായത് ദശോലി ഗ്രാമ സ്വരാജ്യ സംഘ് സ്ഥാപിച്ചത് ആരാണ്? ചിപ്കോ മൂവ്മെന്റിന്റെ ആദ്യഘട്ടത്തിൽ ഈ ഒരു സംഘടനയായിരുന്നു ഈ ഒരു മൂവ്മെന്റ് എല്ലാം കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ സുന്ദർലാൽ ബഹുഗുണ കൊടുത്തിട്ടുണ്ട്, ചണ്ഡി പ്രസാദ് ഭട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗൗരാദേവി കൊടുത്തിട്ടുണ്ട്, അനിൽ അഗർവാൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത് ചാണ്ടി പ്രസാദ് ഭട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ 2022 ചീറ്റാസ് വേർ റീഇൻട്രൊഡ്യൂസ് ടു വിച്ച് നാഷണൽ പാർക്ക്? അതായത് 2022 ചീറ്റപ്പുലികളെ കൊണ്ടുവന്നത് ഏത് പാർക്കിലേക്കാണ്? ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2022 ശേഷം നമ്മൾ തുടർച്ചയായി കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. കുനോ നാഷണൽ പാർക്കിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ചീറ്റനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കുനോ നാഷണൽ പാർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഇയർ വാസ് ദ നമാമി ഗംഗെ പ്രോഗ്രാം ലോഞ്ച്? അതായത് നമാമി ഗംഗെ പദ്ധതി ആരംഭിച്ച വർഷം ഏതാണെന്നാണ് ചോദിക്കുന്നത്. 2010 കൊടുത്തിട്ടുണ്ട്, 2018, 2014, 2020. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത് 2014 ഓപ്ഷൻ ബി ആണ് നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെയും റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ആസ് ഓഫ് 2024-25 വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വിച്ച് സ്റ്റേറ്റ് ഈസ് ഇന്ത്യസ് ലാർജസ്റ്റ് സോളാർ പവർ പ്രൊഡ്യൂസർ? അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗരോർജ ഉൽപാദക സംസ്ഥാനം ഏതാണ്? തമിഴ്നാടു, രാജസ്ഥാൻ, ഗുജറാത്ത്, കർണാടക. ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അത് ഏതാ വരുന്നത്? രാജസ്ഥാനാണ്. ഓപ്ഷൻ ബി ആണ് ഇന്ത്യയിലെ 2024-25 വർഷങ്ങളിലെ വിച്ച് സ്റ്റേറ്റ്, അതായത് ഇന്ത്യയിലെ ലാർജസ്റ്റ് സോളാർ പ്രൊഡ്യൂസർ ആയിട്ട് പറയുന്നത് രാജസ്ഥാൻ എന്ന് പറയുന്ന സംസ്ഥാനമാണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ബിക്കം ദ വേൾഡ്സ് ഫസ്റ്റ് ഫുള്ളി ഓർഗാനിക് സ്റ്റേറ്റ് ഇൻ 2026? അതായത് ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണ ജൈവ സംസ്ഥാനം ആയിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണെന്നാണ് ചോദിക്കുന്നത്. കേരള,
ഉത്തരാഖണ്ഡ്, അതുപോലെ തന്നെ സിക്കിം, മേഘാലയ. ഇതിൽ കറക്റ്റായിട്ട് വരുന്നത് സിക്കിമാണ്. ഓപ്ഷൻ ബി ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് സിക്കിമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ 2014 ഇന്ത്യയിലെ ആദ്യത്തെ ഫുള്ളി ഓർഗാനിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ ജൈവ സംസ്ഥാനമായിട്ട് നമ്മൾ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് സിക്കിമാണ്. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ റൈനോ വിഷൻ 2020 എയിം ടു ഇൻക്രീസ് റൈനോസ് ഇൻ. ഇന്ത്യയിലെ റൈനോ വിഷൻ 2020 2020 ഏത് സംസ്ഥാനത്തെ ലക്ഷ്യമിടുന്നു, അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തിലാണ് അത് ലക്ഷ്യം തുടങ്ങി വെച്ചത് എന്നാണ് ചോദിക്കുന്നത്. വെസ്റ്റ് ബംഗാൾ, ആസാം, ബീഹാർ, ഉത്തർപ്രദേശ്. ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ആസാമാണ്. നമ്മൾ റൈനോസസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. സോ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞ ആ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ആസാമാണ് കേട്ടോ. അസമിലാണ് ഈ കാര്യങ്ങളെല്ലാം ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ സാക്രഡ് ഗ്രൂപ്പ്സ്? അതായത് കാവ് എന്താണ്? കേരളത്തിലെ കാവുകൾ എന്നാൽ താഴെ പറയുന്നവയിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കാവുകൾ എന്ന് പറയുന്നത് എന്താണ്? കാവുകൾ ടേക്ക് പ്ലാന്റേഷൻ അല്ലെങ്കിൽ തേക്ക് പ്ലാന്റേഷൻ ആണോ? തേക്കിൻ്റെ ഒരുപാട് മരങ്ങൾ കാണുന്ന ഏരിയ ആണോ? ഫോറസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഫോർ ബിലീഫ്സ്, അതായത് വിശ്വാസത്താൽ സംരക്ഷിക്കപ്പെട്ട കാടുകളെയാണ് നമ്മൾ കാവുകൾ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡൻസിനെയാണ് നമ്മൾ കാവുകൾ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ വേസ്റ്റ് ലാൻഡ്സ്, തരിശുഭൂമിയെ നമ്മൾ കാവുകൾ എന്ന് വിളിക്കുന്നത്. ഫോറസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഫോർ ബിലീഫ്സ് അല്ലെങ്കിൽ വിശ്വാസത്താൽ സംരക്ഷിക്കപ്പെട്ട കാടുകളെയാണ് കാവുകൾ എന്ന് പറയുന്നത് കേട്ടോ. അതിനെയാണ് കാവുകൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ സാക്രഡ് ഗ്രൂവ്സ് അല്ലെങ്കിൽ കാവ് എന്ന് പറയുന്നത് that are forest protected for beliefs അല്ലെങ്കിൽ വിശ്വാസത്താൽ സംരക്ഷിക്കപ്പെടുന്ന കാടുകളെയാണ് നമ്മൾ കാവുകൾ എന്ന് വിളിക്കുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. against which dam project was the Save the Bhagirathi movement? സേവ് ഭാഗീരഥി പ്രക്ഷോഭം ഏത് അണക്കെട്ടിനെതിരെയായിരുന്നു? അതായത് ഏതോ ഒരു അണക്കെട്ട് ഉണ്ടാക്കുന്ന സമയത്തായിരുന്നു സേവ് ഭാഗീരഥി എന്ന് പറയുന്ന നദി അവിടെ നിന്നാണ് ഒഴുകി വരുന്നത്. സോ അതിനെ തടയുന്നതായിരുന്നു ആ ഒരു ഡാമിൻ്റെ പ്രൊഡക്ഷൻ. സോ ആ ഒരു ഏത് ഡാം ആയിരുന്നു അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഡാമാണ് ധേരി ഡാം അല്ലെങ്കിൽ ധേരി അണക്കെട്ട് എന്ന് പറയുന്നത്. നമ്മൾ ലോകത്തിലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ആയിട്ടൊക്കെ വരുന്ന ഒരു ഡാം കൂടിയാണ് ധേരി ഡാം. ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോ ധേരി ഡാമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ സെൻട്രൽ അരിഡ് സോൺ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് CAZRI ഈസ് സിറ്റുവേറ്റഡ് ഇൻ, അതായത് CAZRIയുടെ ആസ്ഥാനം എവിടെയാണ്? ജയ്പൂർ, ബിക്കാനീർ, ജോധ്പൂർ, ഉദയ്പൂർ. ഇതിൽ ജോധ്പൂർ ആണ്, രാജസ്ഥാനിലെ ജോധ്പൂരിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ അരിഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ഉഷ്ണമേഖലയിൽ ഉള്ള ഒരുപാട് ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് CAZRI എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഓപ്ഷൻ ബി ആണ്, ജോധ്പൂർ ആണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പറഞ്ഞു അല്ലേ, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏകദേശം 50ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ വർഷത്തെ ഈ ഒരു 2026 തീം എന്താണ്, എൻവയോൺമെന്റൽ ഡേയുടെ തീം എന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ പറയാം. വാട്ട് ഇസ് ദ തീം ഫോർ എൻവയോൺമെന്റൽ ഡേ 2026? അതായത് 2026 പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം അല്ലെങ്കിൽ തീം എന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ പറയാം. ആ ഒരു കമന്റിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റ് കൂടി നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും കേട്ടോ. ഓക്കെ, സോ നമുക്ക് നോക്കാം ആരാണ് ഫസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചാറ്റ് ബോക്സിൽ നോക്കാം. സോ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രകൃതി ദിനം വരാണ്, അല്ലെങ്കിൽ നമ്മൾ ലോക പരിസ്ഥിതി ദിനം വരാണ്. സോ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ രാഷ്ട്രപിതാവ് അല്ലെങ്കിൽ നമ്മൾ ഫാദർ ഓഫ് ദ നേഷൻ പറഞ്ഞ കാര്യമാണ്. വാട്ട് വി ആർ ഡൂയിങ് ടു ദ ഫോറസ്റ്റ് ഓഫ് ദ വേൾഡ് ഈസ് ബട്ട് എ മിറർ റിഫ്ലക്ഷൻ ഓഫ് വാട്ട് വി ആർ ഡൂയിങ് ടു അവർ സെൽഫ് ആൻഡ് ടു അനദർ. അതായത് നമ്മൾ പ്രകൃതിയോട് എന്തൊക്കെ കാര്യങ്ങളാണോ കാണിക്കുന്നത് അത് ഒരു മിറർ അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒരു സെൽഫായിട്ടുള്ള ഒരു ഇമേജ് ആണ്. എന്തിന്, നമ്മൾ മറ്റുള്ള ആളുകളോട് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്തരത്തിലാണോ ബിഹേവിയർ, അല്ലെങ്കിൽ എത്തരത്തിലാണോ നമ്മൾ ഇടപഴകുന്നത്, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് എത്തിയാൻ പറ്റുക. ഒരു മിറർ ഇമേജ് പോലെയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പം നമ്മൾ പ്രകൃതിയോട് മറ്റുള്ളവരോട് ഇടപഴകുന്ന പോലെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെയാണോ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ പ്രകൃതിയും റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട്, സംരക്ഷിക്കേണ്ടതുണ്ട്, പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനുവേണ്ടിയാണ് ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത്. സോ നമുക്കൊരു പ്ലെഡ്ജ് എടുക്കാം, ലെറ്റ്സ് പ്രൊട്ടക്ട് അവർ എൻവയോൺമെന്റ് ടുഗദർ. നമ്മളെ പ്രകൃതിനെ ഒരിക്കലും നശിപ്പിക്കില്ല എന്ന ഒരു പ്രതിജ്ഞ കൂടി നമുക്ക് എടുക്കാം. ദെൻ താങ്ക് യു. നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരുപാട് കണ്ടന്റ്സിനായിട്ട്
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ സ്കൂളുകളിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല അല്ലേ, അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാനലിൽ വരുന്നതായിരിക്കും. സോ നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാം. സോ താങ്ക് യു.